എനിക്ക് പരാതി പറയാനുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. ആ പറഞ്ഞോളൂ. സാർ എന്റെ വീട്ടിൽ കേബിൾ ഇല്ല, ഒന്ന് ശരിയാക്കി തരണം. കേബിൾ ഇല്ലേ? നിന്റെ കേബിൾ ശരിയാക്കുന്ന സ്ഥലമാണോ ഇത്? ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇത് രാജാക്കാട് പോലീസ് സ്റ്റേഷൻ എന്ന് എനിക്കും അറിയാം. ഞങ്ങളെ കേബിൾ ശരിയാക്കി തരുന്ന ജോർജ് കുട്ടി 2 വർഷമായിട്ട് അവിടെ അല്ലേ? അതാ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചത്. സാർ ഇടപെട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. ശരിയാക്കി തരാം. ജോർജ് കുട്ടി അവൻ കാരണം 2 വർഷം സസ്പെൻഡ് ചെയ്ത് ഞാൻ പുറത്തു നിന്നത്. അതും ആ ഭീകര പെണ്ണിനെ തല്ലിയല്ലേ. അവനെ എന്റെ കൈ കിട്ടും മേടിച്ചവന്റെ കൂമ്പിയാൻ മാറ്റും. ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കട്ടെ? കുറെ നേരമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഒരു മനുഷ്യനില്ല, ഫോൺ പോലും എടുക്കാൻ. നിങ്ങളൊക്കെ ഇവിടെ വീട്ടിലൊക്കെയായിരുന്നു. അതായിരിക്കും താനാലാന്ന്. എന്നെ മനസ്സിലായില്ല. ഇല്ല, സഹദേവൻ, കോൺസ്റ്റബിൾ സഹദേവൻ. ഓ, ജോർജ് കുട്ടി കേസിലെ സസ്പെൻഷനായി നാട്ടാൾ ഇടിയുണ്ട്. വീട്ടിൽ ചൊറി. അല്ല, ഇപ്പൊ എന്താ ഇവിടെ? ജോർജ് കുട്ടി കേസ് പുനരന്വേഷിക്കുന്നു. ഓ, അത് ശരി. ഞാനും ആ കേസ് അന്വേഷിക്കാൻ കൂട്ടത്തിലുണ്ട്. കമ്മീഷണർ പറഞ്ഞാ ഞാൻ വന്നത്. സലോട്ടം ചെയ്യണ്ടോ? തന്നെ അല്ലടോ ആളെ കമ്മീഷണർ വരുന്നത്. ഗുഡ് മോർണിംഗ് സാർ. അതെന്താ നഴ്സറി സ്കൂളാ? നേരെ പറയണോ? മതി. എന്തായാലും ഒരു നേരാണല്ലോ. പിന്നെ നമ്മുടെ ഈ ജോർജ് കുട്ടിയുടെ കേസ് ജോർജ് കുട്ടിയുടെ സേഫ് നമുക്ക് കുത്തി പൊളിക്കട്ടെ സാർ. ജോർജ് കുട്ടിയുടെ കേസ് നമുക്ക് കുത്തിപ്പൊക്കട്ടെ. അതിനാണല്ലോ തന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത് സാർ. പിന്നെ ഈ വരുണ്ട കേസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ എന്തോ ഒരു ലീഡ് നമ്മുടെ സോമ്പിളിലേക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ സാറേ? വരുണിന്റേതാണെന്ന് സംശയിക്കുന്ന ചിതാകംസം കിട്ടിയിട്ടുണ്ട്. സംസോ അല്ല, അല്ല സമോസ. ഇയാൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇതാരോ കമ്മ്യൂണിസ്റ്റ് സോറി സാർ, അച്ഛൻ മരിച്ചു കിട്ടിയ ജോലിയല്ലേ? അങ്ങനെ പലരും പറയും ഞാൻ ടെസ്റ്റ് ചെയ്ത് തന്നെ കയറിയത്. അല്ല സാർ, അദ്ദേഹത്തിന് അച്ഛൻ മരിച്ചു കിട്ടിയ ജോലിയല്ലേ? അതുകൊണ്ട് ഇത്രയൊക്കെ ബുദ്ധി പ്രതീക്ഷിച്ചാൽ മതി. സാർ, പകത് ഫാസിലേക്ക് കിട്ടിയിരുന്നു. അല്ല, പകുതി ഫോഴ്സിൽ കിട്ടിയിരുന്നു. വരുണിന്റെ. എവിടെന്ന്? ജോർജ് കുട്ടിയുടെ പറമ്പിൽ. അപ്പൊ പിന്നെ പഴയ പോലെ പശുവിന്റെ കാലടക്കുന്നതായിരിക്കും. അല്ല സാർ, പിന്നെ ഞാൻ നക്കി നോക്കി. പറ്റി കൊണ്ട് മണത്ത് നോക്കി. എന്തായാലും ഒന്ന് എടുക്ക് കാണട്ടെ. സാർ നോക്കണം സാർ, നോക്കണം സാർ. കിഴങ്ങ തന്നെ അല്ലടോ? എടോ ഇത് കിഴങ്ങാണെന്ന്. അയ്യോ, ഇത് എല്ലല്ലേ സാറേ? എടോ ഇത് അല്ലല്ല, ഇതിന്റെ പേരാണ് കൂവക്കിഴങ്ങ്. കൂവക്കിഴങ്ങ്? അപ്പൊ നമ്മളുടെ എന്തായി സാർ? എന്ത് ചെയ്യാനെന്നാ? ഒരു കാര്യം ചെയ്യും, താൻ അകത്തോട്ട് പോയി ഇത് പുഴുങ്ങി തിന്നെ. ഞാൻ മാത്രമോ? താൻ മാത്രമാക്കേണ്ട, ബാക്കിയുള്ള ഇവിടെ കിഴങ്ങന്മാർക്ക് കൊടുത്തോ. അപ്പൊ സാറിന് ഒരു വിളിച്ചില്ല. അയ്യോ ഗീത, ഹലോ. ഗീത, ഞങ്ങളുടെ കിഴങ്ങിന്റെ കാര്യം വരുന്ന കാര്യം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കായിരുന്നോ? ഇവിടെ എത്തിയോ? ഓക്കെ ഗീത, അകത്തേക്ക് വരൂ, ഞങ്ങളുടെ ഉണ്ട്. ആരാ സാറേ? ഗീതം കിഴങ്ങിനും വരുന്നു. അല്ല, മറ്റേ ഗീതം പ്രധാനോട് വരുന്നുണ്ടല്ലോ. ആരാകെ പുഴുകി നിൽക്കുകയല്ലേ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ലുക്ക് മിസ്റ്റർ. താങ്ക് യു. മിസ്റ്റർ തോമസ്, ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോവാണ്. പറ്റിയ സമയമാണ് അവിടെ യുദ്ധം നടക്കണം. ചെന്ന് കയറിക്കോ. അമേരിക്കൻ യുദ്ധമില്ല സാർ. അമേരിക്ക, റഷ്യ, യുക്രൈൻ തമ്മിലാണ്. ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാക്കണ്ട. ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ മകൻ വരുൺ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയണം. അതിപ്പോ അമേരിക്ക പോയാലും അറിയാൻ പറ്റുള്ളൂ സാർ. അതെങ്ങനെ? ഞങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോലെ. അല്ലെങ്കിൽ ഞങ്ങൾ വെയിലേക്കാം. അത് ശരിയാണല്ലോ. അപ്പൊ അതാ നല്ലത്. വാ ഗീത. ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ കൂടിയിരിക്കുന്നിടത്ത് പെണ്ണിന്റെ പേരെന്ന് വിളിക്കരുതെന്ന്. അതാണ് സാറേ പ്രഭാകരൻ. പ്രഭ, അത് മതി. ഓക്കെ തോമസ്, ഇതുവരെ കേസിന് ഫർദർ അപ്ഡേറ്റ്സ് വല്ലതും ഉണ്ടോ? അല്ല, നമ്മൾ ഈ കേസുമായിട്ട് ലീഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നമ്മുടെ സോമ്പിളെ കിട്ടി. പക്ഷെ പുള്ളി എന്തോ പറയാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. സോമ്പിളെ, വരുണിന്റെ സംശയിക്കുന്ന ചിതാ പപ്സ് കിട്ടിയിട്ടുണ്ട്. മറ്റതില്ല. കിട്ടിയിട്ടില്ല. ലുക്ക് മിസ്റ്റർ, ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോവാണ്. അതൊരു കാര്യം ചെയ്യോ, ഒരു അച്ചാർ തരാം, തിന്നാതെ എന്റെ മോൾക്കൊന്ന് കൊടുക്കാമോ? അവൾ അമേരിക്കയില. അല്ല, എന്റെ ബാഗിൽ ലഗേജ് കൂടുതലാണ്. ഗീതയുടെ ബാഗിൽ ഒരു അച്ചാർ. അല്ല, അച്ചാറിന്റെ കേസ് നടക്കില്ല, ഈ കേസ് നടക്കട്ടെ. ഓക്കെ? എന്താ തോമസ്, ഇതുവരെ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലേ?
ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലാതെ മാത്രം കുറ്റപ്പെടുത്തരുത്. ഞങ്ങൾ ഈ സ്റ്റേഷന്റെ അടിത്തറ വരെ കുടിച്ചു. എന്നിട്ട് ആ കുഴി എടുത്തോണ്ട് ഞങ്ങളിപ്പോ കക്കൂസായിട്ട് ഉപയോഗിക്കുന്നത്. Stop it. കൂടിയേക്കാം. അതെ, ഞങ്ങൾ ഭാഗത്ത് തെറ്റല്ല. ഓരോ സമയം ഈ ഫോഴ്സിലെ ജോർജ് കുട്ടി ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? അതെ. ആ ജോർജ് കുട്ടി, അവൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെറും 4ാം ക്ലാസ്സുകാരൻ നാട്ടുമ്പുറത്തുകാരന്റെ ബുദ്ധി അല്ല. എന്താ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും കേൾക്കണ്ടേ? പറയണ്ട ഗീത, പറയ്. പിന്നെ നിങ്ങൾ ഈ കാണുന്നതൊക്കെ വിനയചന്ദ്രൻ എന്ന സിനിമാക്കാരനെ കൊണ്ട് അവൻ എഴുതിപ്പിച്ച തിരക്കഥ മാത്രം. ഇതൊക്കെ വിശ്വസിച്ച നിങ്ങളാണ് മണ്ടന്മാര്. എന്റെ ഗീത, ഈ തിരക്കഥ ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോവാം. ഈ അമേരിക്ക കൊണ്ട് തോറ്റ്. എന്റെ ഗീത, ഈ അമേരിക്ക കണ്ടുപിടിച്ച ആളെ വേണം ആദ്യം കൊല്ലാൻ. അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് അല്ലേ? അല്ലടാ, ചവറബസ്. ഇത് അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ്. അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെയാണ് വായിക്കേണ്ടത്. ആരാണ്? കൊളംബസ്. തോമസ്, ഓ. അവിടെ നിന്ന് ക്ലാസ് എടുക്കാണ്ട് ഇവിടെ വന്ന് കേസ് പറ. എന്റെ ഗീത, ഇതിനുള്ള എല്ലാ ലീഡ്സും കിട്ടിക്കഴിഞ്ഞു. ഞങ്ങൾ നമ്മുടെ ജോർജ് കുട്ടിയുടെ ഫാമിലി പൊക്കാൻ വേണ്ടി രഘുവിനെ അയച്ചിട്ടുണ്ട്. സാർ അവരെ ഒരു 30 സെക്കൻഡ് ഇരിക്കുന്ന അവരെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കാം. പിന്നെ 2 വർഷം കിട്ടിയിട്ട് താനൊന്നും ചെയ്തില്ല. പിന്നെ 30 സെക്കൻഡ്. സർ, വരും കൊലക്കേസുമായി ബന്ധപ്പെട്ട് ജോർജ് കുട്ടിയുടെ ഭാര്യയും മക്കളും കൊണ്ടുവന്നിട്ടുണ്ട് സർ. വെരി ഗുഡ്. ഓഹോ, തള്ളേക്കാളും വളർന്ന മക്കളുണ്ട് ഇല്ലേ? ഞാൻ തിരിച്ചറിയത്തില്ല കരുതിയല്ലേ സാറേ? ഇപ്പൊ 30 സെക്കൻഡ് ഞങ്ങളെ കൊണ്ട് ഞാൻ പറയും. ഏയ് സഹദേവൻ, വേണ്ട, കുട്ടികളെ അങ്ങനെയൊന്നും ചെയ്യണ്ട. മോളെ, ഒരു അങ്കിളിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അങ്ങനെ സാധനം മാറുന്നുണ്ടല്ലോ. മോളെ, ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോവുകയാണ്. ഹാപ്പി ജേർണി സർ. താങ്ക് യു മോളെ. എന്താ ഇത്? അല്ല, അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ മകൻ വരുൺ എന്താണ് സംഭവിച്ചെന്ന് എനിക്ക് അറിയാനായിരുന്നു. No, please. No. ഇത്ര ഇമോഷണൽ ആവണ്ട. എന്താന്ന് വെച്ചാൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കാം. അതല്ല, എന്റെ മകനെ എനിക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്യാം സാറേ. വരുണേ, വരണേ. വന്നു. അതല്ല, എന്റെ മകൻ വരുണിനെ ഞാൻ വിളിച്ചു പോയതാ. മോളെ, ഇങ്ങോട്ടിരിക്കും. ഇവിടെ ഇരിക്കേ. സാറേ ഒരു 30 സെക്കൻഡ് എനിക്ക് ഞാൻ ചോദിക്കട്ടെ. മോളെ, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറഞ്ഞ മോളെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. കേട്ടല്ലോ? സത്യം പറ, ഏത് പള്ളിയിലാണ് നിങ്ങളന്ന് ധ്യാനത്തിന് പോയത്? ഓപ്ഷൻ ഉണ്ടോ സർ? 50-50 ആയാലും മതി സർ. സർ, ഫോണെ ഫ്രണ്ട് ആയാലും. ഫോണെ ഫ്രണ്ട്? ആരാ ഫ്രണ്ട്? ഞങ്ങളുടെ അച്ഛൻ ജോർജ് കുട്ടി. അവൻ പഠിപ്പിച്ചു വിടുത്തേക്കായിരിക്കും. സാറേ ഒരു 30 സെക്കൻഡ് നിൽക്കേ. ഓപ്ഷൻ കൊടുത്തോക്കാം, ഇപ്പൊ തെളിയിക്കുന്നുണ്ടോ? കേട്ടോ? മോളെ ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ കരുനാഗപ്പള്ളി, ഓപ്ഷൻ ബി ആതിരപ്പള്ളി, ആൻഡ് ഓപ്ഷൻ സി പാറേപ്പള്ളി. കരുനാഗപ്പള്ളി. ആതിരപ്പള്ളി വഴി പാറേപ്പള്ളി. സാറേ ഒരു 30 സെക്കൻഡ് നിൽക്കാം. മോളെ, ഈ ഓഗസ്റ്റ് 2-ാം തീയതി കൊടുക്കില്ല. ഒരു തുള്ളി വെള്ളം കൊടുക്കരുത്. ഇല്ല സാറേ എനിക്ക് 30 സെക്കൻഡ് എടുത്തോ. ഒരു 30 സെക്കൻഡ് എടുത്തോ. സാറേ എനിക്കൊരു ഓഗസ്റ്റ് 2-ാം തീയതി ഇവിടെ ചോദിക്കുമ്പോ നീ അവിടെ ആൻസർ പറയരുത്. പറഞ്ഞോട്ടല്ലോ, പഴയ സഹദേവനല്ല ഞാൻ. ഓഗസ്റ്റ് 2-ാം തീയതി ഓക്കെ. ഓഗസ്റ്റ് 3-ന് തലേ ദിവസം നീയൊക്കെ എവിടെയായിരുന്നു? ആ ദിവസം നീ എവിടെയായിരുന്നു എന്നുള്ള കാര്യം മാണി പോലെ പറഞ്ഞോണം. നിന്റെ അച്ഛൻ പറഞ്ഞു വിട്ട കാര്യങ്ങൾ തത്ത പറയുന്നതൊക്കെ പറയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ സഹദേവനെ നിനക്കറിയത്തില്ല. പഴയ സഹദേവനല്ല ഞാൻ. പറഞ്ഞോണ്ടല്ലോ, ഞാൻ കുറച്ച് നേരം അവിടെ കൃത്യമായിട്ട് പറഞ്ഞു. വെള്ളം എന്ത് പറ്റി? ഒന്ന് മാറ്. സഹദേവനോട് ഇരുത്ത്. എന്താ പറ്റിയത്? ഞാൻ ചോദ്യം ചെയ്യണോ? സാർ ഞാൻ ചോദിക്കാം. ഓഗസ്റ്റ് 2-ാം തീയതി ഞങ്ങൾ പാറേപ്പള്ളി പോയിരുന്നു സർ. അല്ലാതെ ഇതിനെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല സാർ.
സഹദേവൻ നീ ഷൂട്ടൗട്ടാണ് പോകുന്നത്. സഹദേവൻ പ്ലീസ് ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ പരിപാടിക്ക് പോരും. ഞാൻ പറയട്ടെ റീകോൾ സഹദേവൻ ഞാൻ നാളെ അമേരിക്കയിലേക്ക് തലകറങ്ങിയിരിക്കുമ്പോൾ തലപ്പുറത്ത് കൂടെ പറയും. വിളിച്ചോണ്ട് പോകുവാണ്. പ്രഭേ, എന്താ ഇത്? സോറി ഇതെല്ലാം അവൻ അവനെ പഠിപ്പിച്ചു വിട്ടിരിക്കലാണ്. അതെ മേഡം. നിങ്ങൾ പറഞ്ഞോ മേഡം പറയൂ. വെറും 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല അവന്. അതെ നിങ്ങൾ ആരും കാണാത്ത ഒരു വൃത്തികെട്ട മുഖമുണ്ട് ജോർജ് കുട്ടിക്ക്. ജോർജ് കുട്ടി അയ്യേ ഇതാണോ ജോർജ് കുട്ടി? ഞാൻ പറഞ്ഞില്ലേ ഒരു വൃത്തികെട്ട മുഖമുണ്ടെന്ന്. അതായത് താമസിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഓഗസ്റ്റ് 2-ാം തീയതി സാർ, വേണ്ട. എന്തിനാണ് സാർ ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാനും എന്റെ ഭാര്യയും 2 മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. അപ്പൊ കോട്ടയത്തെ അത് മറ്റൊരു കൊച്ചു കുടുംബം. അപ്പൊ കൊല്ലത്ത് അത് വേറൊരു കൊച്ചു കുടുംബം. അപ്പൊ അമേരിക്കയിലും കൂടെ ഒരു കുടുംബം. അത്രേ ഉള്ളൂ. തനിക്ക് എത്ര കുടുംബമുണ്ട്? മൊത്തം 4 കുടുംബം. ആ കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കയറി വന്നു. നീ എല്ലാം ക്ഷണിക്കപ്പെടായി 4 കുടുംബത്തിൽ നിന്ന് കയറി കൊടുത്തു. സാർ കളിയാക്കരുത്. നിങ്ങളുടെ അത്രയും ഹൃദയവിശാലതയൊന്നും എനിക്കില്ല സാർ. 4 കുടുംബം നോക്കണ ഇവനില്ലെന്ന്. ഹൃദയവിശാലത സാറേ ഇവനെ ഒരു സ്മൂത്ത്നെസ് ആണ്. സഹദേവൻ വേണ്ട ജോർജ് കുട്ടി ഒന്നും ചെയ്യണ്ട. എന്തായത് നിങ്ങളൊരു വലിയ മനുഷ്യനാണ് സർ. അല്ല നിങ്ങളൊന്നും വലിയ മനുഷ്യൻ. ജോർജ് കുട്ടി ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് എന്റെ മകൻ വരുന്ന എന്താണ് സംഭവിച്ചെന്ന് അറിയാനുള്ള ഒരു ഇതുണ്ടല്ലോ. ഏത് ഒരു ഇത് ഏത് ഒരു ഇതുണ്ടാവുമല്ലോ. ആ വിഷമം കൊണ്ട് ചോദിക്കുക. ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഓരോ കോളിംഗ് ബെല്ലുകളും അവന്റെ ശബ്ദമായിട്ടാണ് എന്റെ കാതുകളിൽ പതിക്കുന്നത്. അതെന്താ വരുന്ന കിളിയുടെ ശബ്ദമാണോ? ഞങ്ങൾ ഇന്നലെ ഒരു ജോത്സ്യനെ കാണാൻ പോയപ്പോ ജോത്സ്യൻ പറഞ്ഞു വരുണിന്റെ ആത്മാവ് ഇവിടെ ഗതി കിട്ടാതെ അലയുകയാണെന്ന്. അതുകൊണ്ട് അവന്റെ ബോഡി എവിടെയാണെന്ന് ഒന്ന് പറയണം ജോർജുട്ടി. അല്ല ഈ ആത്മാവുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിച്ചത്? കബഡി നിർത്തി ജോത്സ്യൻ കണ്ടുപിടിച്ചു. ആ കബഡി നിരത്തി തന്നെ ബോഡിയും കണ്ടുപിടിച്ചൂടെ? അത് നേരാണല്ലോ ഗീത. നേരല്ല ഗീത. രാവിലെ അയച്ച വരന്റെ DNA റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. എന്താ റിപ്പോർട്ട് പ്രകാരം കൊല്ലപ്പെട്ടിരിക്കുന്നത് വരൻ തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് സാർ. എന്താ പ്രശ്നം? സാർ അത് ഞാന് എന്താന്ന് വെച്ചാ പറ. എന്താന്ന് വെച്ചാ പറഞ്ഞു തുറയ്ക്കാൻ. സാർ അത് പറയേ. സാർ DNA റിപ്പോർട്ട് പ്രകാരം മരിച്ച വരന്റെ അച്ഛൻ ഈ നിൽക്കുന്ന പ്രഭാകരൻ സാറല്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ വന്നുവല്ലേ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി? ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോവാണ്. നാളെ എന്താണ് ഇന്നലെ പോയി എന്തിനാണെന്ന് ഇറങ്ങുന്നത്? ഞാൻ പോണേ. അല്ല അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് തനിക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തരാം. ഒന്ന് പോയി തരാമോ? അതല്ല അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് വരുണ്ട യഥാർത്ഥ തന്ത ആരാന്ന് എനിക്കിപ്പോ അറിയണം. പ്രഭാകരൻ.